വിദേശ സർവകലാശാല വിഷയത്തിൽ പുനരാലോചനയ്ക്ക് CPI എതിർപ്പറിയിച്ചതിന് പിന്നാലെയാണ് തീരുമാനം. നയപരമായി വിയോജിപ്പുണ്ടെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം MV ഗോവിന്ദനെ അറിയിച്ചു. CPI പോളിറ്റ് ബ്യൂറോ വിഷയം ചർച്ച ചെയ്യും. മുന്നണിയിൽ ചർച്ച വേണമെന്നാണ് CPIയുടെ ആവശ്യം. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ഷഫീദ്, CPIയുടെ വിയോജിപ്പ് മാത്രമാണോ ഈ വിഷയം PBക്ക് വിടുന്നതിലേക്ക് നയിച്ചത്? വേണു, ഇക്കാര്യത്തിൽ വ്യാപകമായിട്ടുള്ള എതിർപ്പും അതേപോലെ തന്നെ വിയോജിപ്പടക്കമുള്ള കാര്യങ്ങൾ ഈ വിദേശ സർവകലാശാല എന്നുള്ള ബജറ്റിലെ തീരുമാനത്തിനെതിരെ ഉയർന്നിരുന്നു. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം ചേർന്ന CPIയുടെ സംസ്ഥാന കൗൺസിലിൽ തന്നെ വലിയ തരത്തിലുള്ള ആക്ഷേപം ഉയർന്നു. അത് പ്രത്യേകിച്ച് ഈ വിദേശ സർവകലാശാല വിഷയം അത് നയവ്യതിയാനം സംഭവിച്ചതാണ്. മാത്രവുമല്ല, അക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള കൂടിയാലോചനകൾ മുന്നണിയിൽ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും CPMനെ ഈ വിഷയം അറിയിക്കണമെന്ന് CPI സംസ്ഥാന കൗൺസിലിൽ തീരുമാനവും അഭിപ്രായവും ഉയർന്നു. ഇതിന് പിന്നാലെയാണ് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെ വിഷയത്തിലെ വിയോജിപ്പ് അറിയിച്ചത്. മുന്നണി ചർച്ച ചെയ്യാതെ നിർദ്ദേശം നടപ്പിലാക്കരുതെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് ബിനോയ് വിശ്വം. ഇതോടുകൂടിയാണ് ഈ വിദേശ സർവകലാശാല വിഷയത്തിൽ തീരുമാനത്തിൽ ചർച്ചകൾ തുടരാൻ CPIM തീരുമാനിച്ചത്. വ്യാപക വിമർശനം ആ പശ്ചാത്തലത്തിൽ കൂടി CPIM ഒരു പുനർചിന്തനത്തിലേക്ക് കടക്കുന്നു, അതല്ലെങ്കിൽ ഒരു സ്റ്റെപ്പ് ബാക്കിലേക്ക് വെക്കുന്നു എന്നുള്ള കാര്യം നമുക്ക് ഈ വിദേശ സർവകലാശാല വിഷയത്തിൽ ചൂണ്ടിക്കാണിക്കാൻ കഴിയും. ഇടതു നയത്തിൽ വ്യതിയാനം അത് നിലവിൽ ഇപ്പോൾ ചർച്ചയായിരിക്കുന്ന സാഹചര്യത്തിൽ തിടുക്കപ്പെട്ടൊരു തീരുമാനം വേണ്ട എന്നുള്ളൊരു തീരുമാനം അത് CPIM എടുത്തിട്ടുണ്ട്. ഈ PB ചർച്ച ചെയ്ത ശേഷം മാത്രം തുടർ നടപടി മതിയെന്നാണ് CPIM ഇപ്പോൾ ആലോചിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം മാത്രമായിരിക്കും PB വിഷയം പരിഗണിക്കുന്നത്. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ സ്വാഭാവികമായും കുറച്ചധികം സമയം ലഭിക്കും എന്നുള്ളൊരു വിലയിരുത്തൽ കൂടി CPMനെ സംബന്ധിച്ചിട്ടുണ്ട്. രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ CPMനെ സംബന്ധിച്ച് ആശങ്കയാകുന്നു. അതിലൊന്നാമത്തെ കാര്യം, മുന്നണിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷിയായിട്ടുള്ള CPI ഇപ്പോൾ ഉയർത്തിയിരിക്കുന്ന വിമർശനങ്ങൾ. മാത്രവുമല്ല, പ്രതിപക്ഷമടക്കം ഇത് ആയുധമാക്കി CPMനെതിരെ വലിയ തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉയർത്തിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഒരു പുനരുദ്ധരണ വിഷയത്തിലേക്ക് ഇപ്പോൾ CPM എത്തിച്ചേർന്നിരിക്കുന്നത്. വേണോ, ഷഫീദ്, CPIയുടെ വിയോജിപ്പുണ്ട്. അത് ഒരർത്ഥത്തിൽ ബിനോയ് വിശ്വം തന്നെ വിശദീകരിക്കുകയും ചെയ്തു കഴിഞ്ഞ ദിവസം. അതുകൊണ്ട് അതൊരു അഭ്യൂഹമല്ല. എന്നാൽ അതേ സമയം തന്നെ രാഷ്ട്രീയ തീരുമാനം CPM തന്നെ ഈ വിഷയത്തിൽ എടുത്തിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഇത്തരം ഒരു ഭരണപരമായ നടപടിയിലേക്ക് സർക്കാരിന് ബജറ്റ് പ്രഖ്യാപനത്തിലൂടെ കടക്കാൻ കഴിയുക? വേണു, അത് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. CPMനെ സംബന്ധിച്ച് CPM കാലങ്ങളായി തുടർന്നു വരുന്ന ഒരു നയമുണ്ട്. ആ നയമടക്കമുള്ള കാര്യങ്ങൾ വ്യതിചലിച്ചുകൊണ്ട് സ്വാഭാവികമായും ഇതൊരു തീരുമാനമെടുക്കുമ്പോൾ മുന്നണിയിലെ കക്ഷികളെയെങ്കിലും തൃപ്തിപ്പെടുത്തുക, അല്ലെങ്കിൽ അവരെയെങ്കിലും ഇക്കാര്യത്തിൽ പറഞ്ഞ് കാര്യങ്ങൾ കൺവിൻസ് ചെയ്യുക എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് CPM എത്തിച്ചേർന്നില്ല എന്നുള്ള ആക്ഷേപം ഒരു വശത്ത്. മറുവശത്ത് CPM ഇതുവരെ കൈക്കൊണ്ടിട്ടുള്ള രീതിയിൽ നിന്ന് വ്യത്യസ്തമായ രീതികൾ എടുക്കുന്നു. അത് സ്വാഭാവികമായും ഉന്നത വിദ്യാഭ്യാസ മേഖലയടക്കം വലിയ തരത്തിൽ പ്രതിസന്ധി ഉണ്ടാക്കും. കാര്യമായ കൂടിയാലോചനകൾ ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് ഉണ്ടായിട്ടില്ല എന്നുള്ള പ്രതിപക്ഷ വിമർശനം. ഈ രണ്ടു സാഹചര്യങ്ങളാണ് CPM ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. മാത്രമല്ല, ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അതടക്കമുള്ള വിഷയങ്ങൾ കൃത്യമായി തന്നെ പ്രതിപക്ഷം രാഷ്ട്രീയ ചർച്ചയാക്കുമെന്നുള്ള ആശങ്ക CPMനെ സംബന്ധിച്ചിട്ടുണ്ട്. ഈ വിഷയം കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ CPM ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. ശരി, P. കബീർ ASF സംസ്ഥാന സെക്രട്ടറി വിഷയത്തിൽ പ്രതികരിക്കാൻ ടെലിഫോൺ ലൈനിലുണ്ട്. കബീർ, ഇപ്പോൾ PB ഇത് പരിഗണിക്കട്ടെ എന്നതിലേക്ക് CPM തീരുമാനത്തിലേക്ക് എത്തുന്നു. ഇതൊരു ചുവടുമാറ്റമായി നിങ്ങൾ കാണുന്നുണ്ടോ? ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ASF നേരത്തെ നിലപാട് പറഞ്ഞതാണ്. വിദേശ സർവകലാശാലകളും സ്വകാര്യ സർവകലാശാലകളുമായി ബന്ധപ്പെട്ട് കാര്യമായ കൂടിയാലോചന, പ്രത്യേകിച്ച് വിദ്യാർത്ഥി പ്രതിനിധികളുമായി വിദ്യാർത്ഥി സമൂഹവുമായുള്ളൊരു ചർച്ച നടന്നിട്ടില്ല. അതുപോലെ തന്നെ വിദ്യാഭ്യാസ വിദഗ്ധരുമായുള്ള ഒരു ചർച്ചയോ കാര്യമായ പഠനങ്ങളോ ഒന്നും നടക്കാതെ വേഗത്തിൽ വിദേശ സർവകലാശാലകൾ നമ്മുടെ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നത് വിദ്യാഭ്യാസ മേഖലയിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട്. അതുകൊണ്ട് തീർച്ചയായും മുന്നണിയും ഗവൺമെന്റും എല്ലാം തന്നെ അത് പരിഗണിച്ച് കൊണ്ട് തന്നെ മുന്നോട്ട് പോകും എന്നുള്ളതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായും അതിലുള്ള മാറ്റങ്ങളെല്ലാം തന്നെ ഉണ്ടാവും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. SFIയുടെ നിലപാട് ആത്മാർത്ഥമാണ് എന്ന അഭിപ്രായം ASFനുണ്ടോ? തീർച്ചയായും SFI ഉൾപ്പെടെ ഞങ്ങൾ ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകളെല്ലാം തന്നെ ഇത്തരം ആശയങ്ങൾ എല്ലാ കാലത്തും കേരളത്തിൽ ഇത്തരം ആശയങ്ങൾ വന്ന കാലത്തെല്ലാം തന്നെ SFI ഉൾപ്പെടെയുള്ള ASF ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകളെല്ലാം തന്നെ വലിയ രൂപത്തിൽ സമരങ്ങൾ നടത്തിയൊരു ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് തീർച്ചയായും SFIയുടെ നിലപാടും ആത്മാർത്ഥമായി തന്നെയാണ് എന്നാണ് ഞങ്ങൾ കരുതുന്നത്. പിന്നെ ബാലഗോപാൽ ഇങ്ങനൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചതിന്റെ പിന്നിൽ ആര്? അത് തീർച്ചയായും അദ്ദേഹത്തോട് തന്നെ ചോദിക്കണം. കാരണം ബഡ്ജറ്റിലെ ഒരു പ്രസംഗത്തിലാണ്, ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന വേളയിലാണ് ഇത്തരത്തിലുള്ളൊരു ആശയം അദ്ദേഹം മുന്നോട്ട് വെച്ചത്. തീർച്ചയായും മുഖ്യമന്ത്രി അംഗീകരിക്കണമല്ലോ ബജറ്റ് അവതരിപ്പിക്കും മുൻപ്. അത് ഞങ്ങൾക്കറിയില്ല. അതായത് ഞങ്ങൾ സൂചിപ്പിച്ചത് ASFുമായി അല്ലെങ്കിൽ വിദ്യാർത്ഥി സംഘടനകളുമായ ഒരു ചർച്ചയോ
അതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടില്ല എന്നുള്ള പ്രതികരണമാണ് അത് അവതരിപ്പിച്ച ആദ്യഘട്ടം മുതൽ തന്നെ ഞങ്ങൾ ഉന്നയിച്ചത്. അത് പരസ്യമായി തന്നെ ഞങ്ങൾ പ്രതികരിച്ചിട്ടുമുണ്ട് ആ വിഷയത്തിൽ. കബീർ, ഇപ്പോൾ PB ഇത് പരിഗണിക്കുമെന്ന വാർത്തയാണ് വരുന്നത്, അതും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം. പക്ഷേ ഈ ബജറ്റ് നിർദ്ദേശം വന്ന ഉടൻ തന്നെ ചെന്നൈയിലെ അമേരിക്കൻ കോൺസുൽ ജനറൽ പ്രതികരിക്കുകയും സ്വാഗതം ചെയ്യുകയും ചെയ്തത് കബീറിന്റെ അടക്കം ശ്രദ്ധയിലുണ്ടാകുമല്ലോ. അവരൊരു പ്രതിനിധി സംഘം വിവിധ സംസ്ഥാനങ്ങൾ സന്ദർശിക്കുമെന്ന് പറയുകയും ചെയ്തു. അതിലൊന്ന് കൊച്ചിയാണ്. 17-ാം തീയതി അവരെത്തുമെന്ന് പറയുന്നു. അപ്പോൾ എന്ത് നിലപാടെടുക്കേണ്ടി വരും? അല്ല, തീർച്ചയായും ഇത് കേരളത്തിൽ മാത്രമുള്ള ഒരു വിഷയമായി കരുതുന്നില്ല. ദേശീയ വിദ്യാഭ്യാസ നയ 2020 ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളിലൊന്നാണ് ഇന്ത്യയിൽ വിദേശ സർവകലാശാലകൾ ആരംഭിക്കുമെന്നുള്ളത് കേന്ദ്ര ഗവൺമെന്റ് അവതരിപ്പിച്ചിട്ടുള്ളത്. അതിന്റെ ഭാഗമായി വിവിധ സംസ്ഥാനങ്ങളിൽ, കേരളം ഉൾപ്പെടെയുള്ള വിവിധ സംസ്ഥാനങ്ങളിൽ അതിന്റെ പ്രവർത്തനങ്ങൾ, അതിനുവേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതിന്റെ ഭാഗമായി ആയിരിക്കും അമേരിക്കൻ സംഘവുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങളെല്ലാം തന്നെ ഉണ്ടായത്. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കുന്ന സമയത്ത് പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം 2020 പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളെല്ലാം തന്നെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് വലിയ രൂപത്തിൽ പ്രത്യാഘാതം ഉണ്ടാക്കും. അതിനെതിരെ പ്രതികരിച്ചവരാണ്, പ്രക്ഷോഭം നടത്തിയവരാണ് ഇടതുപക്ഷ പാർട്ടികളും വിദ്യാർത്ഥി സംഘടനകളും എല്ലാം തന്നെ. അതുകൊണ്ട് ഈ ഒരു നിർദ്ദേശം പൂർണ്ണമായും തള്ളിക്കളയണം എന്നുള്ളതാണ് ദേശീയ തലത്തിലും സംസ്ഥാനത്തും എല്ലാം തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉയർത്തിയിട്ടുള്ളത്. പക്ഷേ ഈ ഒരു പ്രഖ്യാപനം ബഡ്ജറ്റിൽ വന്ന സമയത്ത് ഞങ്ങളെല്ലാം തന്നെ അതിനെതിരെ പ്രതികരിച്ചവരാണ്. അത് ആ നിർദ്ദേശം മാറ്റണം എന്നുള്ളത് ഞങ്ങൾ പ്രതികരിച്ചതാണ്. ശരി, നന്ദി പി കബീർ. ഇപ്പോൾ SFI സംസ്ഥാന പ്രസിഡന്റ് K അനുശ്രീയും ടെലിഫോൺ ലൈനിലുണ്ട്. അനുശ്രീ, PBയുടെ പരിഗണനയ്ക്ക് ഈ വിദേശ സർവകലാശാല വിഷയം വിടാനുള്ള തീരുമാനത്തിലേക്ക് പാർട്ടി എത്തുന്നു. അത് SFI സ്വാഗതം ചെയ്യുന്നു. തീർച്ചയായിട്ടും വിദേശ സർവകലാശാലയിൽ ബന്ധപ്പെട്ട ചർച്ചകൾ വരുന്ന ഘട്ടങ്ങളിൽ SFI പറഞ്ഞിരുന്നു. സർവകലാശാലകൾ വിദേശ സർവകലാശാലയിൽ വരുന്നതുമായി ബന്ധപ്പെട്ട് വിയോജിപ്പുണ്ട്, അതിൽ വലിയ ആശങ്കയുണ്ട് എന്നത് SFIയുടെ അഭിപ്രായം ആ ഘട്ടത്തിൽ തന്നെ മുന്നോട്ടേക്ക് വെക്കുന്ന നിലയുണ്ടായി. അപ്പോൾ ഈ പറഞ്ഞ തരത്തേക്ക് ഇപ്പൊ പുറത്തേക്ക് വരുന്ന വാർത്തകൾ ഏറെ പ്രതീക്ഷയുണ്ട്. ആ ഘട്ടത്തിൽ ഞങ്ങൾ അഭിപ്രായം പറയുന്ന സമയം മുതൽ പറഞ്ഞിരുന്നു, കേരളത്തിനകത്തുള്ള സംസ്ഥാന ഗവൺമെന്റ് വിദ്യാർത്ഥികളുടെ അഭിപ്രായങ്ങളും അവരുടെ നിർദ്ദേശങ്ങളും അവരുടെ ആശങ്കകളും പരിഹരിക്കാൻ തയ്യാറാകുന്ന പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഞങ്ങൾ ഈ സർവകലാശാലയുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങൾ പറയാൻ തയ്യാറായത്. തീർച്ചയായിട്ടും ഞങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ ഞങ്ങൾ ആശങ്കകൾ പരിഗണിക്കുന്ന ഗവൺമെന്റാണ്. NEP ആയി ബന്ധപ്പെട്ടിട്ടുള്ള ഞങ്ങളുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ NEP വന്ന ഘട്ടം മുതൽ ഞങ്ങൾ രാജ്യത്തെമ്പാടും വലിയ സമരങ്ങളിലൂടെ, പ്രക്ഷോഭങ്ങളിലൂടെ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഘട്ടത്തിൽ കേരളത്തിനകത്തുള്ള ഗവൺമെന്റ് NEPക്ക് ബദലായിട്ട് വിദ്യാർത്ഥി പക്ഷത്ത് നിന്നുകൊണ്ടുള്ള ഒരു ബദൽ വിദ്യാഭ്യാസ ക്രമീകരണം കൊണ്ടുവരുമ്പോൾ അതിന് ഇരുകയും നീട്ടിയിട്ടാണ് SFI സ്വീകരിച്ചത്. ആ വരുന്ന ഘട്ടത്തിൽ ഇത്തരത്തിലുള്ള ആശങ്കകൾ കൂടി പരിഹരിച്ചുകൊണ്ടായിരിക്കണം ഒരു ബദൽ നയം ഇവിടെ കേരളത്തിനകത്ത് വരേണ്ടത് എന്ന അഭിപ്രായം SFI പറഞ്ഞിരുന്നു. വിദേശ സർവകലാശാലയെ ബന്ധപ്പെട്ട് ഇതേ അഭിപ്രായം തന്നെയാണ് പറഞ്ഞത്. ഇത് വരുന്നതിനോട് വിയോജിപ്പുണ്ട്, വലിയ ആശങ്കയുണ്ട് എന്ന അഭിപ്രായം പറഞ്ഞിരുന്നു. ശരി, നന്ദി അനുശ്രീ പ്രതികരിച്ചതിന്. വിദേശ സർവകലാശാല വിഷയത്തിൽ സർക്കാരിന് ചുവടുമാറ്റം. PB ചർച്ച ചെയ്ത ശേഷം മാത്രം ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാൻ ധാരണയായിരിക്കുന്നു. ഷഫീദ് റാവുത്തറാണ് വാർത്തയുടെ വിശദാംശങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് നൽകിയത്.